ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബെൻഫിക്കയെ റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. ബെൻഫിക്കയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയർ നേടിയ കിടിലൻ ഗോളാണ് റയലിന് വിജയം സമ്മാനിച്ചത്. പക്ഷേ വലിയ വിവാദങ്ങൾ ബാക്കിയാണ്. അതായത് അർജന്റീൻ യുവ താരമായ ജിയാൻലൂക്ക പ്രസ്റ്റിയാനി വിനീഷ്യസ് ജൂനിയറെ വംശീയമായി അധിക്ഷേപിക്കുകയായിരുന്നു. കുരങ്ങൻ എന്ന് വിളിച്ചു എന്നാണ് ആരോപണം. അതേ തുടർന്ന് കുറച്ചു സമയം മത്സരം തടസ്സപ്പെടുകയും ചെയ്തു. പ്രസ്റ്റിയാനി ജേഴ്സി കൊണ്ട് മുഖം പൊത്തിക്കൊണ്ടാണ് വിനീഷ്യസ് ജൂനിയറെ വംശീയമായി അധിക്ഷേപിച്ചത്. അതിപ്പോൾ വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട്. ഈ വിഷയത്തിൽ കിലിയൻ എംബപ്പെ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരിക്കലും പ്രസ്റ്റിയാനിയെ UCL കളിക്കാൻ അനുവദിക്കരുത്, ആജീവനാന്ത വിലക്ക് അദ്ദേഹത്തിന് നൽകണം എന്നാണ് കിലിയൻ എംബപ്പയുടെ ഒരു ആവശ്യമായി കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇനി ഒരിക്കലും പ്രസ്റ്റിയാനിയെ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ അനുവദിക്കരുത്. ഞാൻ വിനിയോട് ചോദിച്ചു, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. കളിക്കളം വിട്ട് പുറത്തു പോകാമെന്ന് വിനീഷ്യസ് ജൂനിയർ എന്നോട് പറഞ്ഞു. ആരാധകർ ഞങ്ങളെ കൂവി വിളിച്ചു. പക്ഷേ പ്രസ്റ്റിയാനി ഞങ്ങളോട് എന്താണ് പറഞ്ഞത് എന്നുള്ളത് ആരാധകർ കേട്ടിട്ടില്ലല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് കിലിയൻ എംബപ്പെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ആരാധകരിൽ നിന്നല്ല, മറിച്ച് ഒരു താരത്തിൽ നിന്നാണ് മറ്റൊരു താരത്തിന് നേരിട്ട് വംശീയമായ അധിക്ഷേപം നേരിടേണ്ടി വരുന്നത്. ഇത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ പ്രസ്റ്റിയാനി ജേഴ്സി കൊണ്ട് മുഖം പൊത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളത് ലിപ്പ് റീഡ് ചെയ്തുകൊണ്ട് എടുക്കാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ വിനീഷ്യസ് ജൂനിയർ പറയുന്നത് അദ്ദേഹം തന്നെ കുരങ്ങൻ എന്ന് വിളിച്ചു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റഫറി മത്സരം നിർത്തിവെച്ചത്. പക്ഷെ കൃത്യമായ ഒരു തെളിവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രസ്റ്റിയാനിക്കെതിരെ നടപടികൾ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ യുവേഫ കൃത്യമായ ഒരു അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രസ്റ്റിയാനി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ കടുത്ത ശിക്ഷകൾ തന്നെ അദ്ദേഹത്തിന് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.